എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് ശ്രീരാമ ഹനുമത് ദേവസ്ഥാനത്തിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ചുള്ള പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാ സന്മനസ്സുകൾക്കും സ്വാഗതം. കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനായി നിങ്ങളെല്ലാവരും കാണിക്കുന്ന ആ ഒരു സന്മനസ്സിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇനിയും അത് തുടർന്ന് ഉണ്ടാകട്ടെ എന്ന് എല്ലാവരോടും പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യുന്നു. നമ്മുടെ പ്രോഗ്രാമിൽ ഇന്ന് പ്രഭാഷണം അവതരിപ്പിക്കുന്ന രണ്ടു കുട്ടികൾ അക്ഷര കെ, രുദ്ര ആർ പ്രഭു, ഇവർ രണ്ടുപേരാണ്. സന്ധ്യാനാമം ചൊല്ലുന്നത് അദ്വൈത് കൃഷ്ണ. മൂന്നുപേരും സ്വാമിയാർ മഠത്തിന്റെ എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുന്ന വളരെ നല്ല സ്വഭാവത്തിന്റെ ഉടമകളും വീട്ടിലച്ഛനമ്മമാരെയൊക്കെ നന്നായിട്ട് അനുസരിക്കുന്നതും എല്ലാ തരത്തിലും സദ്ഗുണങ്ങളോടുകൂടിയ കുട്ടികളാണ്. ഏറ്റവും സന്തോഷത്തോടുകൂടി മൂന്നുപേരെയും നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. ഓരോരുത്തരായിട്ട് വീഡിയോ ഓൺ ചെയ്ത് വരൂ. അക്ഷര ആൻഡ് രുദ്ര. അക്ഷരയും രുദ്രയും വീഡിയോ ഓൺ ചെയ്ത് വരൂ. അക്ഷര വീഡിയോ ഓൺ ചെയ്ത് മോളെ. ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ശരിയായി. ഇനി രണ്ടുപേരും മറ്റേ പ്രാർത്ഥന ചൊല്ലിയിട്ട് തുടങ്ങുക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സൈറാം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മകയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് നാരദ മഹർഷി വാൽമീകി മഹർഷിക്ക് രാമായണ കഥ ചുരുക്കമായി ഉപദേശിച്ചു കൊടുത്തു എന്നാണ്. തുടർന്ന് എന്താണെന്ന് ഇന്ന് കുട്ടികൾ അവതരിപ്പിക്കും. നാരദർ പോയ ശേഷം വാൽമീകി മഹർഷി എന്ത് ചെയ്തു? വാൽമീകി മഹർഷിയുടെ പൂജ സ്വീകരിച്ച് നാരദർ സ്വർഗത്തിലേക്ക് തിരിച്ചുപോയി. ഭരദ്വാജൻ എന്ന ശിഷ്യനോടൊപ്പം മഹർഷി തമസാ നദിയിലേക്ക് കുളിക്കാനായി പോയി. നല്ലവനായ മനുഷ്യന്റെ മനസ്സുപോലെ നല്ല തെളിഞ്ഞ ജലമാണല്ലോ തമസാ നദിയിലെന്ന് അദ്ദേഹം പറഞ്ഞു. അവിടെ ഒരു മത്സ്യം തൊട്ടുരുമി സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പക്ഷികളെ അദ്ദേഹം കണ്ടു. പെട്ടെന്ന് തന്നെ അതിലൊരു പക്ഷി ഒരു വേടന്റെ അമ്പ് തെറിച്ച് മരിച്ചു വീണു. അപ്പോൾ ആ മഹർഷിക്ക് സങ്കടമുണ്ടായില്ലേ? കാരുണ്യം നിറഞ്ഞ മനസ്സുള്ള മഹർഷി ഇത് അധർമ്മമല്ലേ എന്ന് ചിന്തിച്ച് ഉടൻ തന്നെ ഒരു ശ്ലോകം അദ്ദേഹത്തിൽ നിന്നും വിരചിതമായി. മാ നിഷാദ പ്രതിഷ്ഠ സ്വമഗമ ശാശ്വതി സമാഹ ക്രൗഞ്ചമിഥുനാദേഹമവധി കാമമോഹിതം എന്ന് തുടങ്ങുന്ന ശ്ലോകം. മഹർഷി ശപിക്കുകയാണോ ചെയ്തത്? അല്ല, അത് ശാപമാകരുത്, ഒരു നല്ല ശ്ലോകമായി ഭവിക്കട്ടെ എന്ന് മനസ്സിൽ സങ്കല്പിച്ചു. അദ്ദേഹത്തിന്റെ ശിഷ്യൻ
അപ്പോൾ തന്നെ അത് ശ്ലോകം സുവിക്തമാക്കുകയും ചെയ്തു. അവർ രണ്ടുപേരും, അതായത് വാൽമീകി മഹർഷിയും ഭരദ്വാജനും, തിരിച്ച് ആശ്രമത്തിലെത്തി. വാൽമീകി മഹർഷി ആ ശ്ലോകത്തെ പറ്റി ആലോചിക്കുന്നുണ്ട് എന്ന് ജ്ഞാനനിമഗ്നനായി. പിന്നീട് എന്തുണ്ടായി? സാക്ഷാൽ ബ്രഹ്മദേവൻ അപ്പോൾ ആ ആശ്രമത്തിലേക്ക് വന്നു. വാൽമീകി മഹർഷി ബ്രഹ്മാവിന്റെ കാൽ കഴുകി വേണ്ട വിധം പൂജിച്ചു. മഹർഷിയുടെ മനസ്സിൽ ഇപ്പോഴും സ്വല്പം സങ്കടമുണ്ട് എന്നറിഞ്ഞ ബ്രഹ്മാവ് അദ്ദേഹത്തിനോട് പറഞ്ഞു, സങ്കടപ്പെടേണ്ട, അങ്ങയുടെ വാക്കുകൾ നല്ല ശ്ലോകം തന്നെയായി ഭവിക്കാൻ സരസ്വതി ദേവി അനുഗ്രഹിക്കും. താങ്കൾ ധർമാത്മാവായ ശ്രീരാമന്റെ ചരിതം നാരദ മഹർഷിയിൽ നിന്നും കേട്ടതുപോലെ എഴുതുക. കാവ്യമായി രാമന്റെയും ലക്ഷ്മണന്റെയും രാക്ഷസന്മാരുടെ കാര്യങ്ങളും സീതാചരിത്രവും അതെല്ലാം സത്യമായി തന്നെ ഭവിക്കും. ഇങ്ങനെ അനുഗ്രഹിച്ചിട്ട് ബ്രഹ്മാവ് തിരിച്ചുപോയി. പിന്നീട് എന്ത് സംഭവിച്ചു? വാൽമീകി മഹർഷി ഗർഭപ്പുല്ല് വിരിച്ച് അതിലിരുന്നു. തന്റെ യോഗശക്തിയാൽ രാമകഥ സ്മരിക്കാൻ തുടങ്ങി. ആ സമയം രാമായണ കഥ തന്റെ മുന്നിൽ നടക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. 24,000 ശ്ലോകങ്ങൾ, 500 സർഗങ്ങൾ, 6 കാണ്ഡങ്ങൾ, പിന്നെ ഉത്തരകാണ്ഡങ്ങൾ. അങ്ങനെ അദ്ദേഹം രാമായണം രചിച്ചു. ആരാണിത് കാവ്യമായി അവതരിപ്പിക്കുക എന്ന് അദ്ദേഹം ആലോചിച്ചു. ആരെയാണ് രാമായണം ഗാനമായി ആലപിക്കാൻ മഹർഷി കണ്ടുപിടിച്ചത്? അതിലെ രസം, അവിടെ മഹർഷിയുടെ ആശ്രമത്തിൽ സീതാദേവിയുടെ പുത്രന്മാരായ ലവകുമാരുണ്ടായിരുന്നു. അവർ അദ്ദേഹത്തെ നമസ്കരിച്ചു. അവരെയാണ് മഹർഷി രാമായണം ആലപിക്കാൻ പഠിപ്പിച്ചത്. അവർ വളരെ സുന്ദരമായി രാമായണം ആലപിക്കാൻ പഠിച്ചു. പല ഋഷിമാരുടെ മുമ്പിലും ആശ്രമങ്ങളിലും ലവകുശന്മാർ രാമായണം അവതരിപ്പിച്ചു. അവർ എല്ലാവർക്കും പ്രിയങ്കരായി തീർന്നു. എല്ലാ ദേശങ്ങളിലും അവരുടെ പ്രശസ്തി എത്തി. അപ്പോൾ അയോധ്യയിലെ ശ്രീ രാമചന്ദ്ര പ്രഭുവിന് ഈ കുമാരന്മാരെ കുറിച്ച് വിവരം ലഭിച്ചു. അത്യധികം സന്തോഷത്തോടെ തന്റെ തന്നെ കഥ കേൾക്കാൻ ആ കുമാരന്മാരെ അദ്ദേഹം എല്ലാ ആദരവോടുകൂടി രാജധാനിയിലെ സഭയിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ ആ രാമചന്ദ്ര സന്നിധിയിൽ ആ കുട്ടികൾ വളരെ ഇമ്പമായി രാമായണ കഥ പാടാൻ തുടങ്ങി. സഭ ഒന്നടങ്കം ആനന്ദ സമുദ്രത്തിൽ മുങ്ങി രസിച്ചു. എങ്ങനെയാണ് അവർ കഥ ആരംഭിച്ചത്? അവർ പറഞ്ഞു, രാമായണം എന്ന് പേരെടുത്ത ആഖ്യാനത്തിന്റെ ഉത്പത്തി സകല വംശത്തിലെ ഇക്ഷ്വാകു രാജാവിൽ നിന്നാണ്. ഭാരതത്തിലെ സരയൂ തീരത്തിൽ കോസലം എന്ന സമൃദ്ധിയുള്ള ദേശമുണ്ടായിരുന്നു. അവിടെ ലോകവിശ്രുതമായ അയോധ്യ എന്ന നഗരം. സാക്ഷാൽ വൈവസ്വതമനു നിർമ്മിച്ച സുന്ദരമായ നഗരമാണ് അയോധ്യ. ആ അയോധ്യയിലെ രാജാവായിരുന്നു ദശരഥൻ. ദശരഥൻ എന്ന വാക്കിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാമോ? പറഞ്ഞു തരാമല്ലോ. മഹാത്മാക്കൾ രണ്ടർത്ഥം പറയുന്നുണ്ട്. ഒന്ന്, 8 ദിക്കുകളിലേക്കും താഴേക്കും മുകളിലേക്കും അങ്ങനെ 10 ദിശകളിലേക്കും രഥം ഓടിക്കാൻ കഴിയുന്നൊരാൾ എന്നൊരു തരത്തിലും. രണ്ടാമതായി 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും, അതായത് ചെവി, കണ്ണ്, മൂക്ക്, ത്വക്ക്, നാക്ക് എന്നിവയെ, അതുപോലെ 5 കർമ്മേന്ദ്രിയങ്ങളെയും, അതായത് കയ്യ്, കാല്, നാക്ക്, വിസർജനേന്ദ്രിയം, ജനനേന്ദ്രിയം, ഇങ്ങനെ ഈ 10നെയും തന്റെ ചൊൽപ്പടിക്ക്, അതായത് തന്റെ മനസ്സ് എങ്ങനെയാണ് നിയന്ത്രിക്കുക, ആ നിയന്ത്രണം ഇന്ദ്രിയങ്ങളുടെ പുറകെ പോകാതെ ഇന്ദ്രിയങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിൽ നിർത്തുവാൻ ഉള്ളൊരു കഴിവുള്ളൊരാൾ എന്നുള്ള നിമിഷം ദശരഥൻ എന്ന പേര് മഹാത്മാക്കൾ പറയുന്നുണ്ട്. ദശരഥ മഹാരാജാവ് പിന്നീട് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടായില്ല. വലിയ സങ്കടമായി. അദ്ദേഹം 3 വിവാഹം കഴിച്ചിരുന്നു. കൗസല്യ, സുമിത്ര, കൈകേയി എന്നാണ് അവരുടെ പേരുകൾ. പുത്രന്മാർ ഉണ്ടാക്കുന്നതിന് ഒരു യാഗം നടത്താൻ രാജാവ് തീരുമാനിച്ചു. ആദ്യം അശ്വമേധം എന്ന യാഗം അതിഗംഭീരമായി ധാരാളം ദാനങ്ങളും മറ്റും നൽകി നടത്തി. ആ യാഗം നടത്തിയ ഭാണ്ഡക മഹർഷിയുടെ പുത്രനായ ഋഷിശൃംഗൻ എന്ന മുനിയായിരുന്നു. ദശരഥന്റെ പുത്രന്മാരില്ലാത്ത സങ്കടം അറിഞ്ഞപ്പോൾ യാഗാചരണത്തിൽ അദ്ദേഹം പറഞ്ഞു, ആ സർവവേദത്തിൽ പറഞ്ഞിട്ടുള്ള പുത്രകാമേഷ്ടി എന്ന യാഗമാണ്. അത് നടത്തിയാൽ അങ്ങക്ക് പുത്രന്മാർ ഉണ്ടാകും. ഞാനിത് നടത്തിത്തരാം. എന്നിട്ട് ദശരഥ മഹാരാജാവ് ഋഷ്യശങ്കനെ കൊണ്ട് പുത്രകാമേഷ്ടി യോഗം നടത്തിയോ? അദ്ദേഹത്തിന് പുത്രന്മാരുണ്ടായോ?
ഉവ്വല്ലോ, ദശരഥ മഹാരാജാവ് ഋഷ്യശൃംഗനെ കൊണ്ട് യാഗം ആരംഭിച്ചു. യാഗത്തിലെ ഹവിസിന്റെ പങ്ക് സ്വീകരിക്കാനായി എല്ലാ ദേവതകളും ബ്രഹ്മാവും അവിടെ എത്തിച്ചേർന്നു. ബ്രഹ്മാവിനെ കണ്ടപ്പോൾ ദേവന്മാരെല്ലാവരും കൂടി പറഞ്ഞു, ഭഗവൻ, അങ്ങയുടെ കയ്യിൽ നിന്ന് വരം കിട്ടിയ രാവണൻ എന്ന രാക്ഷസൻ ഞങ്ങളെയും ഋഷിമാരെയും എന്ന് വേണ്ട എല്ലാവരെയും അതികഠിനമായി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഭൂമിയിലും സ്വർഗത്തിലും എല്ലാവരും ഭയന്നു വിറച്ചാണ് കഴിയുന്നത്. അവനെ നിഗ്രഹിക്കണം. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, അവനെ വധിക്കാൻ ഞാനൊരു ഉപായം കാണുന്നുണ്ട്. എനിക്കവനെ വധിക്കാൻ പറ്റില്ല, പക്ഷേ ഉപായമുണ്ട്. അവൻ എന്റെ കയ്യിൽ നിന്നും വരം മേടിച്ചത് ഗന്ധർവ യക്ഷാദികളാലും ദേവന്മാരാലും രാക്ഷസന്മാരാലും ഞാൻ വധിക്കപ്പെടരുത് എന്നാണ്. മനുഷ്യരെ അവന് പുച്ഛമായതിനാൽ മനുഷ്യരാലും അവൻ വധിക്കപ്പെടരുത് എന്നവൻ വരം ചോദിച്ചില്ല. അതിനാൽ ഇനി ഒരു മനുഷ്യന് മാത്രമേ അവനെ വധിക്കാൻ പറ്റുകയുള്ളൂ. ഈ സമയം വിഷ്ണു ഭഗവാൻ അവിടെ എത്തി. സദസ്സിലിരുന്ന അദ്ദേഹത്തെ നമസ്കരിച്ച് ദേവന്മാരും ബ്രഹ്മാവും രാവണന്റെ ഉപദ്രവത്തെക്കുറിച്ച് പറഞ്ഞു. അല്ലയോ വിഷ്ണു, ലോകഹിതത്തിനായി അങ്ങ് മനുഷ്യരൂപം സ്വീകരിച്ച് ദശരഥപുത്രനായി ജനിച്ച് രാവണനെ നിഗ്രഹിച്ചാലും അങ്ങ് മാത്രമാണ് ഞങ്ങൾക്ക് ശരണം. അപ്പോൾ വിഷ്ണു ഭഗവാൻ പറഞ്ഞു, ആരും ഭയക്കേണ്ട, രാവണനെയും മറ്റു രാക്ഷസന്മാരെയും എല്ലാം തന്നെ ഞാൻ വധിച്ചുകൊള്ളാം. എല്ലാം അറിയുന്നവനാണ് വിഷ്ണു ഭഗവാൻ. എങ്കിലും രാവണനെ വധിക്കുവാൻ ഉപായം എന്താണ് എന്ന് അദ്ദേഹം ദേവന്മാരോട് ചോദിച്ചു. ഭഗവാനെ, മനുഷ്യരൂപം കൈക്കൊണ്ടാൽ അവനെ വധിക്കാമെന്നവർ പറഞ്ഞു. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് മഹാവിഷ്ണു ദശരഥ മഹാരാജാവിനെ തന്റെ പിതാവായി സ്വയം തിരഞ്ഞെടുത്തു. മനുഷ്യനായി അവതരിക്കാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പൊ ഇന്ന് വരെയുള്ള കഥ നന്നായിട്ട് പറഞ്ഞു രണ്ടുപേരും കൂടെ. ഈ ബാക്കി ഭാഗം നമുക്ക് നാളെ കേൾക്കാം അല്ലേ? നാളെ രണ്ടുപേരും നിങ്ങളെ പോലെ രണ്ട് ആൾക്കാർ നാളെ വന്ന്, നാളെ രണ്ട് കുഞ്ഞുങ്ങൾ വന്ന് ബാക്കി കഥ തുടർന്ന് പറയും. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ അദ്വൈതിന്റെ രാമസന്ധ്യാനാമം കേൾക്കാം. അദ്വൈതിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി രാമസന്ധ്യാനാമം ജപിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ആദ്യമായി ഈ സന്ധ്യാനാമ കീർത്തനം ഭഗവാൻ ശ്രീരാമസ്വാമിയുടെയും ഹനുമാൻ സ്വാമിയുടെയും പാദങ്ങളിൽ സമർപ്പിക്കട്ടെ. രാമ 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 പാഹി മാം. രാഘവ മനോഹര മുകുന്ദ രാമ പാഹി മാം. രാവണാന്തക മുകുന്ദ രാമ രാമ പാഹി മാം. ഭക്തിമുക്തിദായക പുരന്ദരാദിസേവിത ഭാഗ്യവാരിദേ ജയ മുകുന്ദ രാമ പാഹി മാം. ദീനതകൾ നീക്കി നീ അനുഗ്രഹിക്ക സാദരം മാനവാശിഖാമണെ മുകുന്ദ രാമ പാഹി മാം. നിൻചരീതമോത്തുവാൻ നിനാവിലോർമ്മ തോന്നണം പഞ്ചസായ കോപമാ മുകുന്ദ രാമ പാഹി മാം. ശങ്കര സദാശിവ നമ ശിവായ മംഗള ചന്ദ്രശേഖര ഭഗവൽ ഭക്തി കൊണ്ടു ഞാനിതാ രാമമന്ത്രമോതിടൂ നിതാമയങ്ങൾ നീങ്ങുവാൻ. രാമ രാഘവ മുകുന്ദ രാമ രാമ പാഹി മാം. ശിക്ഷയോടു മത്സ്യമായ അവതരിച്ച മാധവ വക്ഷസാങ്കിതം ഭവിച്ച രാമ രാമ പാഹി മാം. ധർമ്മമോടു മന്ദരമുയർത്തുവാനയങ്ങുടൻ കൂർമ്മമായ അവതരിച്ച രാമ രാമ പാഹി മാം. പാരിടാം പിളർന്നു ചെന്നു തേറ്റമേലി ഭൂമിയെ പന്നിയായി വീണ്ടുകൊണ്ട രാമ രാമ പാഹി മാം. നാരസിംഹരൂപമായ അവതരിച്ചു നീ പുര നീതിയായി ഹിരണ്യനെ ഹനിച്ച
രാമ പാഹി മാം. ജഗത്രയങ്ങൾ മൂന്നടിയായി ഞങ്ങളന്നു വാങ്ങുവാൻ ജാതനായ വാമന മുകുന്ദരാമ പാഹി മാം. ഭംഗിയോടു ഭൂമി തന്നെ ബ്രാഹ്മണർക്കു നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമ രാമ പാഹി മാം. ഭൂമി ഭാരമാശു തീർത്തു രക്ഷ ചെയ്വ തിന്നഹോ ബ്രഹ്മദേവനാൽ വരിച്ച രാമ രാമ പാഹി മാം. ആകയാൽ അയോഗ്യമന്നന ദശരഥനുടെ ആത്മപുത്രനായി ജനിച്ച രാമ രാമ പാഹി മാം. ദുഷ്ടരാം നിശാചരവധം കഴിച്ചു യാഗവും പുഷ്ടമായി മുടിച്ചു നീ മുകുന്ദരാമ പാഹി മാം. ഗൗതമന്റെ ശാപമേറ്റു കല്ലതായി കിടന്നൊരു കഞ്ചനെ മിഴിക്കു മോക്ഷമീണ്ട രാമ പാഹി മാം. വിദേഹ രാജ്യം ഉൾപ്പുകിന്തു വിശ്വനായകനുടെ വിൽമുറിച്ചു സീതയെ വരിച്ച രാമ പാഹി മാം. അച്ഛനോടും അമ്മയോടും ആശീർവാദവും വഹിച്ചു തുച്ഛമായ വൽക്കലം ധരിച്ച രാമ പാഹി മാം. ഭരതപാശിതം ശ്രവിച്ചു പൈതൃകർമ്മ തർപ്പണങ്ങൾ ഭക്തിയായി കഴിച്ച വീട രാമ രാമ പാഹി മാം. പാദുകം ഭരതനങ്ങു പൂജ ചെയ്തു കൊള്ളുവാൻ പ്രീതിയായി കൊടുത്തയച്ച രാമ രാമ പാഹി മാം. ഭക്തനാം ജടായുവിനു മോക്ഷവും കൊടുത്തു പിന്നെ ശക്തനാം കബന്ധനെ വധിച്ച രാമ പാഹി മാം. ശബരിയാശ്രമേ ഗമിച്ചു സർവകാര്യവും ഗ്രഹിച്ചു ശബരിയും ഗതിയടഞ്ഞു രാമ രാമ പാഹി മാം. സീതയോടു ചൊൽവതിന്നു ശില്പമായ വാക്യവും ചന്തമോടു ചൊല്ലിവിട്ട രാമ രാമ പാഹി മാം. ഇന്ദ്രജിത്തിനോടതിർത്തു ബ്രഹ്മപാശമേറ്റതും ഇംഗിതത്തോടങ്ങറിഞ്ഞ രാമ രാമ പാഹി മാം. ലങ്ക ചുട്ടു ഭസ്മമാക്കി വന്ന മാരുതിക്കുടൻ സങ്കടങ്ങളാശു തീർത്ത രാമ രാമ പാഹി മാം. വഞ്ചിറ തൊടുത്തു പിന്നെ വാചമോദമോടുടൻ വാരിധി കടന്നു ചെന്ന രാമ രാമ പാഹി മാം. കമ്പമാർന്ന രാവണന്റെ തമ്പിയായി വിലാസിടുന്ന കുംഭകർണനെ ഹനിച്ച രാമ രാമ പാഹി മാം. ഇന്ദ്രജിത്തിനെ വധിച്ച സുന്ദര കുമാരനായ ലക്ഷ്മണാഗ്രജാ വിഭൂ മുകുന്ദ രാമ പാഹി മാം. ദുഷ്ടനാം ദശാനനന്റെ കണ്ഠവും മുറിച്ചു പിന്നെ ശിഷ്ടരക്ഷ ചെയ്തു കൊണ്ട രാമ രാമ പാഹി മാം. രാക്ഷസകുലം മുടിച്ചു രക്ഷയും വസുന്ധരയ്ക്കു തൽക്ഷണേ വരുത്തി വെച്ച രാമ രാമ പാഹി മാം. വന്നിമണ്ഡലേയിരുന്ന സീതയെ വഹിച്ചു കൊണ്ടു വന്നയോധ്യ പുക്കിരുന്ന രാമ രാമ പാഹി മാം. രത്നമകുടവും ധരിച്ചു ദേവിയോട് കൂടവേ രത്നമഞ്ചമങ്ങതിൽ വസിച്ച രാമ പാഹി മാം. രാജ്യവാസിയായവർക്കു പൂജനായിരുന്നു തത്ര രാജ്യപാലനം വഹിച്ച രാമ രാമ പാഹി മാം. ഭക്തിയോടു സന്ധ്യനാമ കീർത്തനം കഥിച്ചു ഞാൻ മുക്തി വന്നിടാൻ മുകുന്ദ രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. സന്ധ്യാനാമം പാടാൻ അവസരം തന്ന സ്വാമിയാർ മഠത്തിലെ എൻ്റെ എല്ലാ ഗുരുക്കന്മാർക്കും വിനീതമായ നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. അദ്വൈത കൂട്ടൻ നന്നായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ ഭഗവാനെ പ്രാർത്ഥിച്ചു. എല്ലാവർക്കും നല്ല ഭക്തി ഉണ്ടാകുന്ന രീതിയിൽ അവതരിപ്പിച്ചു. വളരെ നന്നായി കേട്ടോ. മച്ചേട്ടാ
മധുചേട്ടൻ. സായിരാം. സായിരാം. രുദ്രയുടെ ചോദ്യങ്ങളും അക്ഷരയുടെ ഉത്തരങ്ങളും എത്രയെത്ര കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിച്ചത്. എന്തെല്ലാം സംഭവങ്ങൾ അതിലാണ് അവർ കടന്നുപോയത്. രാമായണം ശരിക്ക് പഠിച്ചു, ആ ഭാഗങ്ങളെല്ലാം ശരിക്ക് പഠിച്ചതിന് ശേഷമാണ് അവതരിപ്പിച്ചതെന്ന് അറിയാം. അവർക്ക് രണ്ടുപേർക്കും എല്ലാ അനുമോദനങ്ങളും അർപ്പിക്കുന്നു. അതുപോലെ തന്നെ അദ്വൈതിന്റെ രാമസന്ധ്യാനാമം ആലാപനവും ശ്രുതിമധുരമായിരുന്നു. അദ്വൈതിനും എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. ഭഗവാൻ 3 പേരെയും അനുഗ്രഹിക്കുന്നതോടൊപ്പം അവരുടെ ഗുരുനാഥനായ പരമേശ്വരൻ സാറ് ഭഗവത് നിയോഗത്താലാണ് ഈ പ്രവൃത്തികൾ ചെയ്യുന്നതെന്നുള്ള നല്ല ബോധം എനിക്കുണ്ട്. അദ്ദേഹത്തിനും എല്ലാ മംഗളങ്ങളും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുട്ടികളെ അഭിനന്ദിക്കുന്നവർക്ക് ആകാം കേട്ടോ, സമയമുണ്ട്, നമുക്ക് കുഴപ്പമില്ല. നമസ്കാരം സർ. ആദ്യം അദ്വൈതിന്റെ കാര്യം പറയട്ടെ. അദ്വൈത് എത്ര ഭംഗിയായിട്ടാ ചൊല്ലിയത്. അദ്വൈത് ഇത് ചൊല്ലുമ്പോണ്ടല്ലോ ഞാൻ കണ്ണടച്ച് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. രാമായണത്തിലെ ഓരോ സീനും നമ്മുടെ കൺമുമ്പിൽ കൂടി കടന്നു പോണ പോലെ അത്രയ്ക്ക് ഇമ്പമായിട്ട്, അത്രയ്ക്ക് ഭക്തി നിർഭരമായിട്ട് നല്ലോണം ചൊല്ലിട്ടോ മോനെ അദ്വൈത്. പിന്നെ അക്ഷരയും രുദ്രയും ഈ ചോദ്യോത്തര രീതിയിലുള്ള രാമായണം സത്യം പറഞ്ഞാല് നല്ലൊരു പരിപാടിയാ. ആർക്കും ബോറടിക്കില്ല, കേട്ടിരുന്നു പോകും. പിള്ളേരും രസകരമായിട്ടാണ് ചെയ്യണേ, കേൾക്കുന്നവർക്കും ഇമ്പമാണ്. നന്നായിരുന്നു കേട്ടോ രുദ്ര, അക്ഷര. അതിന്റെ പിറകില് സാറൊന്നും അറിയാം, സാറിന്റെ ഒരു അനുഗ്രഹവും ഗൈഡൻസ് ഒക്കെ ആണെന്ന് അറിയാം. എന്തായാലും വളരെ നന്നായിരുന്നു സർ. താങ്ക് യു. കുട്ടികള് നമ്മള് ഒരുപാട് അവർക്ക് വേണ്ടി പ്രയത്നിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും അതവര് റിസീവ് ചെയ്യാൻ തയ്യാറായി ഏറ്റവും സന്തോഷത്തോടു കൂടി അത് പഠിക്കാൻ തയ്യാറായിട്ട് എല്ലാ ദിവസവും നമ്മൾ പറയുന്ന സമയത്ത് വരികയും അവരുടെ എത്ര പഠിപ്പുണ്ടെങ്കിലും അതിന്റെ തിരക്കിന്റെ ഇടയ്ക്ക് അവരിതിന് സമയം കണ്ടെത്തുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ തന്നെ ഏറ്റവും വലിയ വിജയം. അത് തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം, രാമേന്ദ്രസ്വാമിയുടെ അനുഗ്രഹം, ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഈ കുട്ടികളിൽ എപ്പോഴും ഉണ്ടാവും. ഈ ഏറ്റവും വല്ലാത്തൊരു കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു സമയത്ത്, പ്രത്യേകിച്ചും കുട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഹീനമായ പ്രവൃത്തികൾ നടക്കുന്ന ഈ കാലഘട്ടത്തില് നമുക്ക് എല്ലാവർക്കും ഒന്നും ചെയ്യാനുള്ളൂ. ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ അവർ ജപിക്കുന്ന ഓരോ നാമവും അവർക്കൊരു കവചമായി മാറട്ടെ. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും അവർക്കുണ്ടാകാതിരിക്കട്ടെ. അവരുടെ ജീവിതത്തിൽ അവരെ സംരക്ഷിക്കട്ടെ രാമനാമം എന്ന് നമുക്ക് എപ്പോഴും നമുക്കത് പ്രാർത്ഥിക്കണം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കുട്ടികൾ തന്നെയാണ് ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ കുട്ടികൾക്ക് തന്നെയാണ്. പിന്നെ അവരുടെ പാരൻസും, ഒരുപാട് കുട്ടികൾക്ക് പാരൻസ് ഇത് എഴുതിയെടുത്ത്, മലയാളം എഴുതിയെടുക്കാൻ പറ്റാത്ത അറിയാൻ മേലാത്ത കുട്ടികളുണ്ട്. അവർക്ക് പോലും എഴുതിയെടുത്ത് അവരെ കൊണ്ട് മലയാളം വായിപ്പിച്ച് നമ്മളെ മുമ്പിൽ പ്രസന്റ് ചെയ്യിപ്പിക്കുന്ന ആ പാരൻസ് ഇതിനോട് കാണിക്കുന്ന ഒരു ആഭിമുഖ്യം അത് പറയാതിരിക്കാൻ വയ്യ. ആ ഗൃഹങ്ങളിലെല്ലാം തീർച്ചയായിട്ടും ശ്രീരാമസന്നിധിയും ഹനുമൻ സ്വാമിയുടെയും സാന്നിധ്യം ആ വീടുകളിലെല്ലാം ഉണ്ടാവും. അവർക്കെല്ലാം പൂർണ്ണ സംരക്ഷണം ഈ വല്ലാത്തൊരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴും സമാധാനം കിട്ടുന്ന രീതിയിലുള്ള ഒരു സംരക്ഷണം അവർക്കെല്ലാം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ തുടർന്നും നമുക്കത് അടുത്ത ദിവസങ്ങളിലും കേൾക്കാം. എല്ലാവരും തന്നെ ഇതില് ഒരു അരമണിക്കൂർ സമയമല്ലേ ഉള്ളൂ. 9 മണിക്ക് നമുക്ക് കറക്റ്റ് സ്റ്റോപ്പ് ആവും. നമ്മൾ ചെറിയ രീതിയിലേ ചെയ്യുന്നുള്ളൂ. കാരണം എല്ലാവർക്കും പഠിക്കാനുണ്ട്, വേറെ വീടുകളിൽ എല്ലാവർക്കും ജോലിയുണ്ട്, കൂടുതൽ സമയം ഇരിക്കാൻ പറ്റില്ല. അതേസമയം ഈ മാസം മുഴുവൻ മുടങ്ങാതെ നമ്മുടെ ഗൃഹങ്ങളിൽ ഈ കുട്ടികളുടെ രാമസന്ധ്യാനാമം മുഴങ്ങണം, രാമകഥകളും മുഴങ്ങണം. അതാണ് നമ്മുടെ ലക്ഷ്യം. എല്ലാവരും എല്ലാ ദിവസവും കയറണമെന്ന് വിനീതമായ ഒരു അപേക്ഷയും കൂടി ഇത്. എല്ലാവർക്കും നമസ്കാരം. നാളെ നമുക്ക് വിശ്വനാഥൻ, നികേത്, വൈഷ്ണവിയം വാര്യർ ഇവരാണ് നാളെ പങ്കെടുക്കുന്ന ആൾക്കാര്. എല്ലാവരും നേരത്തെ തന്നെ കയറി കുട്ടികളെ
പ്രോത്സാഹിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സാരം സർ. സായിരാം. സൈറാം സർ. സായിരാം. സൈറാം സർ.